ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. വരാൻ പോകുന്ന SSC, റെയിൽവേ ആൻഡ് ബാങ്ക് എക്സാംസിന് ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ആസ്പെക്റ്റിൽ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിവൈസ്ഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. യെസ്, റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനകത്ത് ചില സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൂടി കൊണ്ടുവന്നു. ആൻഡ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വരാൻ പോകുന്ന എക്സാംസിന് ഷോർട്ട് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ഈ ഒരു റിവൈസ്ഡ് ഫോർമാറ്റിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ആ ഒരു എൻ്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആൻഡ് അതുകൊണ്ട് തന്നെ എൻഡ് വരെ ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഈ WPI ബേസിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, WPI എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ന് ഈ ഒരു WPI എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് രണ്ട് പ്രൈസ് ഇൻഡെക്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് മെയിൻലി രണ്ട് പ്രൈസ് ഇൻഡെക്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI-യും രണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI-യും. ആ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI-യിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റീസെന്റ് ആയിട്ട് ചില ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ന് ഈ ഒരു WPI അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഈ WPI എങ്ങനെയാണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ WPI എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടല്ലോ, ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന, ബൾക്കായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന കൊമോഡിറ്റീസിന്റെ, അതായത് ഗുഡ്സിന്റെ പ്രൈസസിനകത്ത് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണെന്ന് ഈ ഒരു WPI അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിൽ ബൾക്കായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ, കൊമോഡിറ്റീസിന്റെ പ്രൈസിനകത്ത് വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണെന്ന് WPI എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഗുഡ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. സർവീസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾസെയിൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ ഗുഡ്സ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ, അതായത് കൊമോഡിറ്റീസ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. സർവീസസ് എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല. സോ WPI എന്ത് കൺസിഡർ ചെയ്യാറില്ല, സർവീസസ് കൺസിഡർ ചെയ്യാറില്ല. അതായത് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ടെലികോം ഇതുപോലുള്ള സർവീസസ് എന്ത് ചെയ്യാറില്ല, നമ്മൾ WPI ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ WPI എന്ത് മാത്രമാണ് മെഷർ ചെയ്യുന്നത്, ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കൊമോഡിറ്റീസിന്റെ, ഗുഡ്സിന്റെ പ്രൈസസിനകത്ത് വരുന്ന ചേഞ്ചസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. സർവീസസ് എന്തല്ല, WPI ഇൻക്ലൂഡഡ് അല്ല. ഇനി WPI ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇൻഡെക്സ് കമ്പൈൽ ചെയ്യുന്നതും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതും ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ. സോ ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡേറ്റാസ് കമ്പൈൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റാസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ വരുന്നത്. ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഏത് മിനിസ്ട്രി ആണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ആൻഡ് എല്ലാ മാസവും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഇൻഡെക്സ് മന്ത്ലി റിലീസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഇറ്റ് ഈസ് റിലീസ്ഡ് മന്ത്ലി. എല്ലാ മാസവും ഒരു മന്ത്ലി ബേസിസിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യാറുണ്ട്. ഇനി ഇപ്പോൾ വന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ആസ് 2022-23. അതായത് നേരത്തെ പ്രീവിയസ്ലി, അതായത് കഴിഞ്ഞ ജൂണിന് മുന്നേ വരെ, ജൂൺ 2026 മുന്നേ വരെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ആയിരുന്നു. സോ 2011-12 ആയിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള ബേസ് ഇയർ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, ഗവൺമെന്റ് അത് റിവൈസ് ചെയ്ത് എന്താക്കി മാറ്റി, 2022-23 ആക്കി മാറ്റി. അപ്പൊ റിവൈസ്ഡ് ബേസ് ഇയർ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ റിവൈസ്ഡ് ബേസ് ഇയർ ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് 2022-23. അതായത് സംഗതി ഇത്രയേ ഉള്ളൂ. നേരത്തെ, അതായത് ജൂൺ 2026 മുന്നേ വരെ നമ്മൾ ഓരോ മാസവും ഈ ഒരു WPI മെഷർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2011-12 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസ് ഇയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 2011-12 നിന്ന് ഇപ്പൊ 2026 ജനുവരിയിലേക്ക് വരുമ്പോൾ എന്ത് മാത്രമാണ് ഗുഡ്സിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തത്, ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇപ്പൊ അതായത് പ്രൈസസ് ഇത്ര ഇൻക്രീസ് ചെയ്തു, അതായത് എത്രമാത്രം പ്രൈസ് ചേഞ്ച് ചെയ്തു എന്ന് കാണിക്കുന്ന ഇൻഡെക്സ് ആണെന്ത്, WPI. അപ്പൊ എത്രമാത്രം ചേഞ്ച് ചെയ്തു എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് വേണമല്ലോ. ആ റെഫറൻസ് ആണെന്ത്, ബേസ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ 2011-12 ഒരു പെർട്ടിക്കുലർ മന്തിലെ പ്രൈസ് എന്ത് ചെയ്യും, നമ്മൾ റെഫറൻസ് ആയിട്ട് ഫിക്സ് ചെയ്യും. അതിൽ നിന്ന് എന്തുമാത്രം ചേഞ്ച് വന്നു, അതായത് ഈ ഒരു മന്തിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ചേഞ്ച് വന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത്.
ഇപ്പൊ ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്താണ് 2022-23, അതായത് ജൂൺ 2026 മുതൽ ഈ ഒരു ഇൻഡെക്സ്, അതായത് ജൂൺ 2026 ശേഷം പിന്നീട് ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ ബേസ് ഇയർ 2022-23 ആയിരിക്കും. അതായത് സേ ഫോർ എക്സാമ്പിൾ ജൂലൈയിലാണ് അടുത്തതായിട്ട് ഈ ഒരു WPA റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ജൂലൈ 2026 നമ്മൾ WPA എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 2026 ഈ ഒരു WPAക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഗുഡ്സിന്റെ കൊമോഡിറ്റീസിന്റെ പ്രൈസസിൽ നിന്ന് ജൂലൈ 2026 വരുമ്പോൾ എന്തുമാത്രം ചേഞ്ച് വന്നു. അപ്പോൾ ജൂൺ 2026 നമ്മൾ കുറച്ച് കൊമോഡിറ്റീസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൈസസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ജൂലൈയിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ചേഞ്ച് വന്നു അതാണ് എന്ത് ചെയ്യുന്നത് WPAയിൽ മെഷർ ചെയ്യുന്നത്. ഇനി WPAയിൽ പുതുതായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ WPAയിൽ കൺസിഡർ ചെയ്യുന്ന ഗുഡ്സും കൊമോഡിറ്റീസും, ഇതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോവാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇനി വരാൻ പോകുന്ന SSCയുടെ എക്സാംസിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ എല്ലാ എക്സാംസിനും സെപ്പറേറ്റ് ആയിട്ടൊരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ദിശ അക്കാഡമിയുടെ SSC റെഗുലർ ബാച്ച്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ SSC എക്സാംസിനും, അതായത് 10th ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസും എഴുതാനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സിലബസ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രം ദ ബേസിക് ടു അഡ്വാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്ട്സിന്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ്. സോ ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ് ആണെന്ന് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഈവൻ ദോ റെക്കോർഡഡ് കോഴ്സസ് അല്ലെങ്കിൽ റെക്കോർഡിംഗ്സും നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിനോടും എന്തായിരിക്കും ഫുള്ളി കോമ്പാറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, വീഡിയോ റെക്കോർഡിംഗ്സ് ആയിരിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ അഡീഷൻ ടു ലൈവ് ക്ലാസ്സസ്. സോ ലൈവ് ക്ലാസ്സസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഇതാണ് ഈ ഒരു കോഴ്സിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈവൻ ദോ റെക്കോർഡഡ് ക്ലാസ്സസ് പോലും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതാണ്, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. ദെൻ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുമ്പോൾ 4,999 rupees ആണ് ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ഏർലി ബേർഡ് ഓഫർ അവൈലബിൾ ആണ്. സോ 4,500 rupees എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ് ഉണ്ട്, അതായത് ലൈവ് ക്ലാസ്സസിൽ നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ക്ലാസ്സസിന്റെ നോട്ട്സും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ദാറ്റ് വിൽ ബി യുവർ ബെസ്റ്റ് ഡിസിഷൻ. ഓക്കെ, ഇനി നമുക്ക് WPAയിലെ കമ്പോണൻസിലേക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു WPA എന്ന് പറയുന്നത് എന്താണ്, ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കൊമോഡിറ്റീസിന്റെ പ്രൈസസിനകത്ത് എന്തുമാത്രം ചേഞ്ച് വരുന്നു എന്ന് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് WPA. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കൊമോഡിറ്റീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു WPAയിൽ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ്. മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് ആണ് WPAയുടെ കൂടുതൽ വെയിറ്റേജ്. സോ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിനാണ് WPAയിൽ കൂടുതൽ വെയിറ്റേജ്. 64.23% വെയിറ്റേജ് എന്താണ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിനാണ്. അപ്പൊ ഈ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ്സ് എന്താണ് മാനുഫാക്ചേർഡ് ഐറ്റത്തിനകത്ത് വരുന്നതാണ്. ടെക്സ്റ്റൈൽസ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് ആണ്. കെമിക്കൽസ്, സിമെന്റ്, പ്ലാസ്റ്റിക്, മെഷീനറി, മെറ്റൽസ് ആൻഡ് അതർ മാനുഫാക്ചേർഡ് ഗുഡ്സ്, ഇതെല്ലാം എന്താണ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിനകത്താണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് WPAയിൽ നമ്മൾ പ്രൈസ് ചേഞ്ച് മെഷർ ചെയ്യുന്ന കൊമോഡിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, സിമെന്റ്, പ്ലാസ്റ്റിക്, മെഷീനറി, മെറ്റൽസ്, മാനുഫാക്ചേർഡ് ഗുഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഷുഗർ, ടൊബാക്കോ പ്രൊഡക്ട്സ്, വെജിറ്റബിൾ, ആനിമൽ ഓയിൽസ്, ഫാറ്റ്സ്, ഇതെല്ലാം എന്താണ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിനകത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മാനുഫാക്ചേർഡ് ഐറ്റംസ് ആണ് ഈ ഒരു WPAയിലെ കൊമോഡിറ്റീസിൽ എന്ത് ചെയ്യുന്നത് കൂടുതലും ഒക്കുപ്പൈ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ കമ്പോണന്റ് ആണത് പ്രൈമറി ആർട്ടിക്കിൾസ്. 22.62% വെയിറ്റേജും ഏതിനാണ് വരുന്നത്, പ്രൈമറി ആർട്ടിക്കിൾസിനാണ് വരുന്നത്. അപ്പൊ പ്രൈമറി ആർട്ടിക്കിൾസിനകത്ത് റോ ആൻഡ് അൺപ്രോസസ്ഡ് ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത് മെയിൻലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്.
അപ്പോൾ ഈ പ്രൈമറി ആർട്ടിക്കിൾസിനകത്ത് റോ ആൻഡ് അൺപ്രോസസ്ഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ റോ ആൻഡ് അൺപ്രോസസ്ഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുഡ് ഐറ്റംസും വരുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ ഫുഡ് ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൈമറി ആർട്ടിക്കിൾസിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറൽസ്, അതുപോലെ തന്നെ പാഡി, വീറ്റ്, പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള റോ ഐറ്റംസ് അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ഐറ്റംസ്, അതുപോലെ തന്നെ മിൽക്ക്, എഗ്സ്, മീറ്റ്, ഫിഷ്, ഇതെല്ലാം എന്താണ്, റോ ഐറ്റംസ് ആണ് അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഓയിൽ സീഡ്സ്, മിനറൽസ്, ക്രൂഡ് പെട്രോളിയം, ഇതെല്ലാം പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ആർട്ടിക്കിൾസിനകത്ത് ഫുഡ് ഐറ്റംസ് ഉണ്ട്, നോൺ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് വരുന്നുണ്ട്, വെജിറ്റബിൾസ് വരുന്നുണ്ട്, ഫ്രൂട്ട്സ് വരുന്നുണ്ട്, മിൽക്ക്, മീറ്റ്, ഫിഷ്, ഇതെല്ലാം തന്നെ വരുന്നുണ്ട്, റോ ആയിട്ടുള്ളത്, അൺപ്രോസസ്ഡ് ആയിട്ടുള്ളത്. അതേസമയം നോൺ ഫുഡ് ഐറ്റത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഓയിൽ സീഡ്സ് വരുന്നുണ്ട്, മിനറൽസ് വരുന്നുണ്ട്, ക്രൂഡ് പെട്രോളിയം വരുന്നുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതാണെന്ത്, ഫ്യൂവൽ ആൻഡ് പവർ. 13.15% ഫ്യൂവൽ ആൻഡ് പവർ ആണ് എന്ത് ചെയ്യുന്നത്, ഓക്കുപ്പൈ ചെയ്യുന്നത്. അതായത് ഫ്യൂവൽ ആൻഡ് പവർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കോൾ, അതായത് ഇലക്ട്രിസിറ്റി ജനറേഷൻ ആവശ്യമായിട്ടുള്ള കോൾ, അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ്, അതായത് പെട്രോൾ, ഡീസൽ, LPG, പെട്രോൾ, ഡീസൽ, LPG, ദെൻ നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് ഫ്യൂവൽ ആൻഡ് പവറിനകത്ത് വരുന്നത്. അപ്പോൾ WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ ഏതൊക്കെ കൊമോഡിറ്റീസിന്റെ പ്രൈസ് ചേഞ്ചസ് ആണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചർഡ് ഐറ്റംസ് ഉണ്ട്, പ്രൈമറി ആർട്ടിക്കിൾസ് അതായത് ഫുഡ് ഐറ്റംസും അതുപോലെ അൺപ്രോസസ്ഡ് ഐറ്റംസും ഉണ്ട്, അതുപോലെ ഫ്യൂവൽ ആൻഡ് പവർ അതായത് കോൾ, പെട്രോൾ, ഡീസൽ, LPG, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇതിന്റെ എല്ലാം പ്രൈസ് ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, WPI നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ WPIക്ക് 3 കമ്പോണൻസ്, മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിനാണ് കൂടുതൽ വെയിറ്റേജ് 64.23%, ദെൻ പ്രൈമറി ആർട്ടിക്കിൾസ് 22.62% ആൻഡ് ഫ്യൂവൽ ആൻഡ് പവർ 13.15%. ഇനി ഇത്തവണത്തെ ഇൻഡെക്സിനകത്ത് ബേസ് ഇയർ കൂടാതെ വേറെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? സോ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് WPI ബാസ്ക്കറ്റിന്റെ എക്സ്പാൻഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കൊമോഡിറ്റീസിന്റെ പ്രൈസ് ചേഞ്ചിനകത്ത് വരുന്ന പ്രൈസ് ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ കൊമോഡിറ്റീസിന്റെ പ്രൈസ് ചേഞ്ച് മെഷർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കൊമോഡിറ്റീസ് ആണ് WPIയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ബാസ്ക്കറ്റ് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അതായത് പ്രീവിയസ്ലി ജൂൺ 2026 മുന്നേ വരെ, അതായത് ബേസ് ഇയർ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ വരെ ഈ ഒരു WPI ബാസ്ക്കറ്റിൽ 697 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു 697 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, അത് നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് 957 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ WPIയുടെ ബാസ്ക്കറ്റ്, അതായത് WPI യൂസ് ചെയ്ത് പ്രൈസ് ചേഞ്ച് മെഷർ ചെയ്യുന്ന കൊമോഡിറ്റീസിന്റെ എണ്ണം 697 നിന്ന് 957 ആയിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ഓഫ് റിന്യൂവബിൾ എനർജി, അതായത് നേരത്തെ, അതായത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു ഈ ഒരു WPIയിൽ എന്തുണ്ട്, ഫ്യൂവലും പവറും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഫ്യൂവൽ ആൻഡ് പവറിനകത്ത് ഇലക്ട്രിസിറ്റി എന്താണ്, ഇൻക്ലൂഡ് ആണ്. നേരത്തെ വരെ, അതായത് ജൂൺ 2026 മുന്നേ വരെ, ബേസ് ഇയർ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ വരെ ഈ ഒരു ഫ്യൂവൽ ആൻഡ് പവറിനകത്ത് നമ്മൾ റിന്യൂവബിൾ എനർജി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. കൺവെൻഷണൽ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിന്യൂവബിൾ എനർജി, അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി, ഇതെല്ലാം എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങി. സോ നേരത്തെ വരെ നമ്മൾ കൺവെൻഷണൽ ഇലക്ട്രിസിറ്റി, അതായത് നമ്മൾ നോർമലി ട്രഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു, റിന്യൂവബിൾ എനർജി, അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ വേറൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, വേറൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് പെട്രോളിയം പ്രൊഡക്ട്സ്. സോ പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഒരു സെക്കൻഡ്, ഇത് ക്രൂഡ് പെട്രോളിയം ഇവിടെ ഇല്ല, ഒരു സെക്കൻഡ്. നേരത്തെ നമ്മൾ പ്രൈമറി ആർട്ടിക്കിൾസ്, അതായത് നേരത്തെ നമ്മൾ ക്രൂഡ് പെട്രോളിയം എന്ന് പറയുന്നത് പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, അത് നമ്മൾ ഫ്യൂവൽ ആൻഡ് പവറിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് ഫ്യൂവൽ ആൻഡ് പവറിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നേരത്തെ ക്രൂഡ് പെട്രോളിയം എന്ന് പറയുന്നത്,
പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, അത് നമ്മൾ ഫ്യൂൽ ആൻഡ് പവറിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. സോ നേരത്തെ വരെ, അതായത് പ്രീവിയസ് ഇയറിൽ ബേസ് ഇയർ റിവൈസ് ചെയ്യുന്നത് വരെ 2022-23 ആയിട്ട് ബേസ് ഇയർ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ വരെ ഇവിടെ നമ്മൾ ക്രൂഡ് പെട്രോളിയം പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, അത് നമ്മൾ ഫ്യൂൽ ആൻഡ് പവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് വന്നിട്ടുള്ള മറ്റൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഇനിഷ്യലി ബേസ് ഇയർ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ വരെ ക്രൂഡ് പെട്രോളിയം എന്ന് പറയുന്നത് പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു. പക്ഷെ ബേസ് ഇയർ റിവൈസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മൾ ഫ്യൂൽ ആൻഡ് പവറിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഫ്രം പ്രൈമറി ആർട്ടിക്കിൾസ് ടു ഫ്യൂൽ ആൻഡ് പവർ. ഇതൊക്കെയാണ് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ WPA ബാസ്ക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. 697 മുതൽ 697 ഐറ്റത്തിൽ നിന്ന് 957 ഐറ്റത്തിലേക്ക് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതുപോലെ നേരത്തെ നമ്മൾ കൺവെൻഷണൽ എനർജി മാത്രം അല്ലെങ്കിൽ കൺവെൻഷണൽ ഇലക്ട്രിസിറ്റി മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, റിന്യൂവബിൾ എനർജിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി ഇലക്ട്രിസിറ്റിയുടെ ഗ്രൂപ്പിനകത്ത്. അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി. ഇതിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് സോളാർ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി, വിൻഡ് എനർജി യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി, ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂഡ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസും. സോ ക്രൂഡ് പെട്രോളിയം അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം തന്നെ നേരത്തെ പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, അത് ഫ്യൂൽ ആൻഡ് പവറിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ അത് ഫ്യൂൽ ആൻഡ് പവറിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അതായത് ഓക്കെ, ഇവിടെ ക്രൂഡ് പെട്രോളിയം ഇല്ലേ, ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ചേഞ്ച് വന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു ക്രൂഡ് പെട്രോളിയം അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്. സോ ക്രൂഡ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസും നേരത്തെ പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മൾ ഫ്യൂൽ ആൻഡ് പവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഇനിഷ്യലി ഈ ക്രൂഡ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് പ്രൈമറി ആർട്ടിക്കിൾസിനകത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മൾ നേരെ ഫ്യൂൽ ആൻഡ് പവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ അതുകൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഗവൺമെന്റ്, അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ഒരു കാര്യം കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 വർഷം കൂടി മാത്രമേ, അതായത് ബേസ് ഇയർ റിവൈസ് ചെയ്തതിനു ശേഷം, അതായത് 2022-23 ആയിട്ട് എന്ത് ചെയ്തു, ബേസ് ഇയർ റിവൈസ് ചെയ്തു. സോ ബേസ് ഇയർ റിവൈസ് ചെയ്തതിന് ശേഷം ഇനി WPI എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഒരു 5 വർഷം കൂടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പൊ ഇനി ഒരു 5 വർഷം കൂടി എന്ത് ചെയ്യുള്ളൂ, WPA കമ്പൈൽ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുള്ളൂ. ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസർ ഇനി WPA ഒരു 5 more years കൂടി എന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യും, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതിന് പകരം പുതിയൊരു ഇൻഡെക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ WPA ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പകരം എന്ത് വേണം, പുതിയൊരു ഇൻഡെക്സ് വേണം. ആ ഒരു ഇൻഡെക്സ് ആണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്. സോ അതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, PPI. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് ആണെന്ത്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, PPI. അതായത് WPAയുടെ ബേസ് ഇയർ 2022-23 ആക്കുക മാത്രമല്ല ചെയ്തത്, ഇനി ഒരു 5 വർഷത്തേക്ക് WPA എന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ ബേസ് റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ഇൻഡെക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്. ഇനി പതുക്കെ അതായത് WPA എന്ത് ചെയ്യും, 5 വർഷം കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ WPAയുടെ ബേസ് റിവൈസ് ചെയ്ത് കൂടാതെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനകത്ത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് PPA എന്ന് കമന്റ് ചെയ്താൽ മതി. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്, എന്താണ് അവിടെ മെഷർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് WPA ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. അപ്പോൾ PPA കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്